മാടായി കോളേജിലുണ്ടായ കോൺഗ്രസ് പ്രതിഷേധത്തെ തുടർന്ന് കോളേജിലെ നിയമന നടപടികൾ നിർത്തിവയ്ക്കാൻ തീരുമാനം. നേതാക്കൾക്കെതിരെ ഉണ്ടായ സസ്പെൻഷൻ നടപടിയും പിൻവലിക്കും. കുഞ്ഞിമംഗലം ഇന്ദിരാഭവനിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. ഓഫീസ് അറ്റൻഡറായുള്ള 3 തസ്തികയിലേക്കും കമ്പ്യൂട്ടർ അസിസ്റ്റന്റായുള്ള 1 തസ്തികയിലേക്കുമുള്ള ഇന്റർവ്യൂ ആണ് ശനിയാഴ്ച മാടായി കോളേജിൽ നടന്നത്. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കീഴിലാണ് മാടായി കോളേജിന്റെ പ്രവർത്തനം. കോഴ വാങ്ങി ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നിയമനം നൽകുന്നെന്നാരോപിച്ച കോൺഗ്രസ് പ്രവർത്തകർ സൊസൈറ്റി ചെയർമാൻ കൂടിയായ MK രാഘവൻ MP തടഞ്ഞിരുന്നു. തുടർന്ന് 4 കോൺഗ്രസ് നേതാക്കളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. നടപടിയിൽ പ്രതിഷേധം ഉയർന്നതോടെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം DCC ജനറൽ സെക്രട്ടറി രജിത് നാറാത്തിന്റെ നേതൃത്വത്തിൽ കുഞ്ഞിമംഗലം ഇന്ദിരാഭവനിൽ ചർച്ച നടന്നത്. ആരോപണ വിധേയമായ കോളേജിലെ നിയമന നടപടികൾ നിർത്തിവെക്കാനും 4 കോൺഗ്രസ് നേതാക്കളെ സസ്പെൻഡ് ചെയ്ത തീരുമാനം പിൻവലിക്കാനും ചർച്ചയിൽ തീരുമാനമെടുത്തതായി രജിത് നാറാത്ത് പറഞ്ഞു. ചില അനിഷ്ട സംഭവങ്ങളിൽ സസ്പെൻഷൻ നടപടികളും അതോടൊപ്പം തന്നെ വലിയതായിരിക്കുന്ന ചർച്ചകളുമെല്ലാം ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്തുണ്ടായിട്ടുണ്ട്. അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനമെടുത്തുകൊണ്ട് ഇന്ന് ഇവിടെ കുഞ്ഞിമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗം ചേരുകയും പാർട്ടി പ്രവർത്തകരുടെ പൂർണ്ണമായ വികാരം ഉൾക്കൊണ്ടുകൊണ്ടും പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കേണ്ടുന്ന ഏറ്റവും അനിവാര്യമായ സാഹചര്യത്തിൽ അതിഗൗരവമായി ഈ വിഷയം ചർച്ച ചെയ്യുകയും ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഉണ്ടായ അസ്വാഭാവികമായ സംഭവത്തിൽ പാർട്ടിക്ക് യാതൊരു പ്രയാസവുമില്ലാതെ പരിഹരിക്കണം എന്ന തീരുമാനമുണ്ടാകുകയും സസ്പെൻഡ് ചെയ്യപ്പെട്ടവരുടെ സസ്പെൻഷൻ ഉടൻ പിൻവലിക്കാനും മാടായി കോളേജിൽ നിയമനം നടത്തുന്നത് പൂർണ്ണമായും കോൺഗ്രസ് പാർട്ടിയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് ആയിരിക്കണമെന്നുള്ള പൂർണ്ണമായ ഏകകണ്ഠമായ ഒരു തീരുമാനവുമാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. കുഞ്ഞിമംഗലം മണ്ഡലം പ്രസിഡന്റ് K വിജയൻ, ബൂത്ത് പ്രസിഡന്റ് VV ബിന്ദു, AV തമ്പാൻ, VV വേണുഗോപാൽ, VV പ്രകാശൻ, സുരേഷ് ചേടമ്പത്ത്, VV വിനോദ്, TV രാജീവൻ, ഭാസ്കരൻ പലേരി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.